മക്ക കരാർ വിപുലീകരിക്കാൻ ചർച്ചകൾ സജീവമാക്കി പാകിസ്ഥാനും തുർക്കിയും. ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയെന്ന ആശയം ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കെയാണ് നീക്കമെന്നതും ശ്രദ്ധേയമാണ്. പൊതുശത്രുവിനെതിരെ സുന്നി ഷിയ വിഭാഗങ്ങൾ ഒന്നിക്കണമെന്ന വികാരം വർദ്ധിച്ചു വരുന്നുവെന്നതും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കും. വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഇപ്പോൾ മക്ക കരാർ വിപുലീകരിക്കാൻ ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ്. ഇത് കൂടുതൽ വിപുലീകരിക്കുമ്പോൾ, കൂടുതൽ ആക്റ്റീവ് ആകുന്നതോടുകൂടി അത് എത്രത്തോളം സ്വാധീനിക്കും കാര്യങ്ങളെയൊക്കെ, അത് എത്രത്തോളം മോശമായ രീതിയിൽ ബാധിക്കുമെന്ന് നമുക്ക് കരുതാനാകുമോ? അനുശ്രീ, അമേരിക്കയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ അത് പ്രധാനമായും ഇറാനെ സാമ്പത്തികമായി കൂടുതൽ ഞെരുക്കുക എന്നതാണ്. കഴിഞ്ഞ ദിവസം പോലും ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് വ്യക്തമാക്കിയത് അങ്ങനെയാണ്. അതായത് കൂടുതൽ കടുത്ത നടപടികൾ ഇറാന് മേൽ വരുന്നു എന്ന ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുമായി സാമ്പത്തിക ഇടപാടുകൾ, വാണിജ്യ ഇടപാടുകൾ നടത്തുന്ന മുഴുവൻ രാജ്യങ്ങൾക്ക് മേലും അമേരിക്കയുടെ നടപടി ഉണ്ടാകും, ഉപരോധങ്ങൾ ഉണ്ടാകും, താരിഫ് വർധന ഉണ്ടാകും തുടങ്ങി ഇവരുമായി സഹകരിക്കുന്ന ആളുകളെ പോലും ആ തരത്തിൽ പിടികൂടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നതിലേക്ക് അമേരിക്ക പോകുമെന്ന വലിയ വെല്ലുവിളിയാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ മുസ്ലിം നാറ്റോ എന്നൊക്കെ നേരത്തെ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് മക്ക കരാർ ആദ്യം യാഥാർത്ഥ്യമാകുന്നു. ആ രാജ്യങ്ങൾ 3 രാജ്യങ്ങളാണ്, തുർക്കിയും സൗദിയും പാകിസ്ഥാനും. ഈ 3 രാജ്യങ്ങൾക്ക് പുറമെ ഈജിപ്തിനെ കൂടി ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമാക്കിയിരിക്കുന്നത്. ഈജിപ്ത് ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ സുന്നി രാജ്യങ്ങളാണ്. അത് തീർച്ചയായും ഭാവിയിൽ ഈജിപ്ത് ഇതിലേക്ക് വരും എന്ന പ്രതീക്ഷ തന്നെയാണ് വെച്ച് പുലർത്തുന്നത്. തുർക്കിയും പാകിസ്ഥാനുമാണ് ഇതിനുവേണ്ടി സജീവമായ ചർച്ചകൾ നടത്തുന്നത്. മറ്റൊന്ന് ഇറാൻ്റെ താല്പര്യമാണ്. അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കാരണം എത്രയോ കാലങ്ങളായി നിൽക്കുന്ന ഷിയ സുന്നി തർക്കം, ഇപ്പോൾ ഇറാഖും ഇറാനുമൊക്കെ ഷിയ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണ്, മറ്റ് രാജ്യങ്ങൾ സുന്നി ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണ്. പക്ഷേ ഈ വ്യത്യാസം മാറ്റിവെച്ചുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളുടെ ഒരു ഏകോപനം, കൂട്ടായ്മ അത് പശ്ചിമേഷ്യയിൽ കൊണ്ടുവരാനുള്ള നീക്കം ഇറാഖും ഇറാനും മുൻകൈയെടുത്ത് നടത്തുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ 2 രാജ്യങ്ങൾക്കും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി കിട്ടിയതാണ്. ഇറാഖിൻ്റെ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. നേരത്തെ അമേരിക്കയുടെ സൈനിക ഇടപെടൽ ഉണ്ടായ രാജ്യമാണ്. ഇപ്പോൾ ഇറാനും ആ തരത്തിൽ തന്നെ ഹോർമൂസിലടക്കം അമേരിക്കയുടെ ഉപരോധം നേരിടുന്നുണ്ട്. തുറമുഖങ്ങൾ ചലിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. UAE-യുമായുള്ള ബന്ധം വഷളാകുന്നു. അവിടെ ഈ ഷാഡോ ഫ്ലീറ്റുകൾ, അത് രഹസ്യമായി സഞ്ചരിക്കുന്ന കപ്പലുകളാണ്. ഇറാനിൽ നിന്ന് എണ്ണ UAE രാജ്യങ്ങളിലേക്ക് എത്തുകയും അവിടെ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് അമേരിക്കയുമായി പല ഗൾഫ് രാജ്യങ്ങളും സഹകരിക്കുമ്പോൾ തന്നെ രഹസ്യമായെങ്കിലും ഇറാനുമായി ഒരു സഖ്യമുണ്ടാക്കിയിരുന്നു, വാണിജ്യപരമായ ചില സഖ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു, എണ്ണ ഇടപാടുകൾ രഹസ്യമായി നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ 2 മിസൈൽ ആക്രമണം ഉണ്ടായതോടുകൂടിയാണ് UAE പൂർണ്ണമായും ഇപ്പോൾ ഇറാനുമായുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ല എന്ന കാര്യം ഇറാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങളുടെ ഏകോപനം, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ മറ്റ് ശക്തികളുടെ ഇടപെടൽ ഉണ്ടാകരുത്, അത് ഹിതകരമല്ല, ദീർഘകാല അടിസ്ഥാനത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും അത് ബുദ്ധിമുട്ടാകും എന്നൊരു സന്ദേശമാണ് ഇറാൻ നൽകുന്നത്, ഇറാഖ് നൽകുന്നത്. സൗദിയുമായി ഇറാനുള്ള പ്രശ്നമുണ്ട്, അത് ദീർഘകാലമായി നിൽക്കുന്ന പ്രശ്നമാണ്. ഇറാഖിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു ചർച്ചയിലൂടെ, ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഈ മുസ്ലിം രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ, ഒരു ഏകോപനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടക്കുന്നത്. മക്ക കരാർ അതിലൊരു സുപ്രധാന ഏടായി മാറുമെന്ന് അവർ വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ ഹൂത്തികളുടെയൊക്കെ ഭാഗത്ത് നിന്ന് സൗദി അറേബ്യയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായെങ്കിലും തുർക്കിയോ പാകിസ്ഥാനോ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ആ കരാർ അനുസരിച്ചാണെങ്കിൽ ഇടപെടേണ്ടതാണ്, പക്ഷേ ഇടപെട്ടിട്ടില്ല. പക്ഷേ ഇതൊക്കെ താൽക്കാലികമായ പ്രതിഭാസമാണ്. പിന്നീട് ഈ രാജ്യങ്ങളുടെ എല്ലാം തന്നെ ഒരു ഐക്യമുണ്ടാകും, അതോടുകൂടി ഈ പരസ്പരം ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാകും എന്ന ഒരു വിലയിരുത്തലിലേക്ക് കൂടി ഈ രാജ്യങ്ങൾ ഇപ്പോൾ പോകുന്നുണ്ട്. അനുശ്രീ, വിനോദ്, അതുപോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിലാണ് ഈ മക്ക കരാർ കൂടുതൽ വിപുലീകരിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായാൽ അത് ഏതൊക്കെ രീതിയിലായിരിക്കും ബാധിക്കുക? ഇപ്പോൾ തന്നെ അതിൻ്റെ ചില പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നാറ്റോയിൽ തുർക്കിയുടെ സാന്നിധ്യം അത് സംബന്ധിച്ച് പല തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നാറ്റോയിൽ നിന്ന് അങ്ങനെ ഏകപക്ഷീയമായി ആരെങ്കിലും പുറത്താക്കാൻ കഴിയില്ല. പുറത്തു വരേണ്ട രാജ്യങ്ങൾക്ക് പുറത്തു വരാം. പക്ഷേ തുർക്കി വലിയ താല്പര്യം പല കാര്യങ്ങളിലും നാറ്റോയുടെ നിലപാടുകളുമായി ചേർന്ന് പല കാര്യങ്ങളിലും അങ്ങനെ താല്പര്യം കാണിക്കുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. അവിടെയാണ് ഈ മക്ക കരാറിൻ്റെ പ്രസക്തി വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ത്രിരാഷ്ട്ര സഖ്യം വരുമ്പോൾ അത് കൂടുതൽ രാജ്യങ്ങൾ ഈ സഖ്യത്തിലേക്ക് വരുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം നാറ്റോ പോലൊരു സഖ്യം അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കാനഡയൊക്കെ ഉൾപ്പെടുന്ന ഒരു സംവിധാനം ഉള്ളതുപോലെ മുസ്ലിം രാജ്യങ്ങളുടെ ഏകോപനത്തിന് വേണ്ടി അവിടെയാണ് ഈ ഷിയ സുന്നി തർക്കങ്ങൾ, അത് ചരിത്രപരമാണ്,
അങ്ങനെയുള്ള തർക്കം, ആ തർക്കം പോലും മാറ്റിവെച്ചുകൊണ്ടുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ലോകത്തെ കണക്ക് പരിശോധിച്ചാൽ ഏതാണ്ട് 85% സുന്നികളാണുള്ളത്. ഷിയ ഒരു 15% ആണ് എന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇവർ തമ്മിൽ ഈ ചിരവൈരികളാണ്. വിശ്വാസപരമായൊക്കെ തന്നെയുള്ള തർക്കങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം മാറ്റിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ പൂർണ്ണമായി ഒരു ഐക്യം, മുസ്ലിം രാജ്യങ്ങളുടെ ഒരു ഐക്യം, അവരുടെ വ്യാപാരം, പ്രത്യേകിച്ച് ഈ എണ്ണയുമായി ബന്ധപ്പെട്ടുള്ള വ്യാപാരം, അതിന് തടസ്സമുണ്ടാകാതിരിക്കുക, പരസ്പരം സഹകരിക്കുക, ട്രേഡ് അങ്ങനെ ശക്തിപ്പെടുത്തി കൊണ്ടുപോവുക എന്ന തരത്തിലുള്ള ആലോചനകൾ, അതിനിപ്പോൾ ഇറാൻ കൂടി മുൻകൈയെടുക്കുന്നു. കാരണം ഇതിൻ്റെ ഒരു അപകടം അവർ തിരിച്ചറിയുന്നു എന്ന് തന്നെയാണ്. ഒരുപക്ഷെ കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ ഒരു വർഷമോ പരമാവധി പോകുമ്പോഴേക്കും സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് ഇറാൻ നേരിടേണ്ടി വരും. ഇപ്പോൾ തന്നെ 87% വരെയാണ് പണപ്പെരുപ്പം. അവിടെ വലിയ തോതിൽ ജനങ്ങൾ ആഹാരത്തിനൊക്കെ തന്നെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അവർ ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകുന്നില്ല. കരയുദ്ധം എന്നത് ഇപ്പോഴും അമേരിക്കയ്ക്ക് സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നു. മാത്രമല്ല ഈ നാവികസേനയുമായി ബന്ധപ്പെട്ട് അമേരിക്ക നേരിടുന്ന വെല്ലുവിളികളുണ്ട്. അവിടെ എബ്രഹാം ലിങ്കണിലൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. മാത്രമല്ല അമേരിക്കയുടെ പൊതുകടം വല്ലാതെ കൂടുന്നുണ്ട്. $40 ട്രില്യൺ എന്ന നിലയിലേക്ക് പൊതുകടം എത്തിയിട്ടുണ്ട്. ഇത് വലിയ അപകടകരമായ അവസ്ഥയാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോൾ കൂടുതൽ പണം യുദ്ധത്തിന് ചെലവഴിക്കുക അമേരിക്കയെ സംബന്ധിച്ച് കൂടുതൽ വെല്ലുവിളിയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും വിധത്തിൽ ഹോർമൂസിൽ ഒരു സമാധാനം കൊണ്ടുവരിക, ഈ സംഘർഷം അവസാനിപ്പിക്കുക എന്നൊരു താല്പര്യം അമേരിക്ക മുൻകൈയെടുത്ത് നടത്തുന്നത്. പക്ഷേ ഹോർമൂസിലെ അധികാരം വേണം. അങ്ങനെ ഒരു മാപ്പ് പോലും അമേരിക്ക ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയിരിക്കുന്നു എന്നതാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ ഇറാൻ കൂടുതൽ സാമ്പത്തിക ഉപരോധത്തിലേക്ക് തള്ളിയിടുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത്. നെതന്യാഹു ആകട്ടെ ഈ യുദ്ധം എന്ന നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇസ്രായേലിലെ സർവേകൾ അതെല്ലാം തന്നെ നെതന്യാഹുവിൻ്റെ പാർട്ടി, അത് അടുത്ത ലിക്വിഡ് പാർട്ടി അടുത്ത അധികാരത്തിലേക്ക് എത്തില്ല എന്നുള്ള പ്രധാനപ്പെട്ട സർവേകൾ പുറത്തു വരുന്നുണ്ട്. ഇത് നെതന്യാഹുവിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നിലനിർത്തിക്കൊണ്ട് രാജ്യത്തൊരു തീവ്രവികാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു തന്ത്രമാണ് നെതന്യാഹു ഇപ്പോൾ പയറ്റുന്നത്. പക്ഷേ ട്രംപ് അതിനൊപ്പം നിൽക്കുന്നില്ല എന്നതുകൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. ശരി, മക്ക കരാർ വിപുലീകരിക്കാനുള്ള ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാനും തുർക്കിയും എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.